നമ്മൾ ഉറക്കം എഴുന്നേറ്റിട്ട് ആദ്യം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കഴിക്കുന്ന ഫുഡിനനുസരിച്ചിരിക്കും നമ്മുടെ പിന്നീടുള്ള ആ ഒരു ദിവസം മുഴുവൻ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അരിയൊന്നും അരക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഊത്തപ്പം. റവ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഊത്തപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ റവ ഊത്തപ്പം. ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ നീത്തു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലും ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ റവ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണ്, പാക്കറ്റ് റവയാണ്. അപ്പോൾ 1 കപ്പ് മെഷർമെൻറ്റ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ എല്ലാ മെഷർമെൻറ്റും എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തൈര് എന്നുള്ള അളവിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ റവ അളന്നിട്ടുള്ളത് അതേ പാത്രത്തിൽ തൈരും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 6-7 ഊത്തപ്പം നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കിട്ടും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതിനകത്തേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെള്ളം മതിയാവില്ല, നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യം വരും. അത് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ റവ ഈ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നീട് വെള്ളം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല, നമുക്ക് പിന്നീട് ചേർക്കാം. കാരണം അത് കുറച്ചും കൂടെ പൊങ്ങി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഉപ്പ് ചേർക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്തിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് 2 ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈര് എന്നുള്ള അളവിൽ ചേർക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്കുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 ക്യാരറ്റ് ചെറിയ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വലിയ വലിയ പീസസ് ഉള്ളതിനേക്കാളും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഉദാഹരണത്തിന് ബീൻസ്, പിന്നെ ക്യാപ്സിക്കം അതുപോലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമാണ് ഞാൻ എടുത്തത് കൊണ്ട് ഇത് മാത്രം ആക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സവോള കുറച്ച് അധികം എടുക്കാം, മറ്റ് പച്ചക്കറികളിനേക്കാളും കുറച്ച് സവോള അധികം എടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ബാറ്റർ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 15 മുതൽ നിങ്ങൾ അരമണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. സമയമില്ലാത്തവർക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് മതിയാവും. അപ്പോൾ 10-15 മിനിറ്റോ മതിയാവും. ഇപ്പോൾ റവ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ആ റവയുടെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല ഈ ഊത്തപ്പത്തിൻ്റെ ഒരു ബാറ്റർ. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ മാവ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പോറിങ് കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് ഇതെല്ലാം ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതിൽ ഞാൻ ക്യാരറ്റും പച്ചമുളകും ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. അതേപോലെ സവോള കൊത്തിയരിഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ ബാറ്ററിലേക്ക് ഇടുന്നുണ്ട്. അതേപോലെ തക്കാളി അരിഞ്ഞതിൻ്റെ കുറച്ച് ബാറ്ററിലേക്ക് ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ബാറ്ററിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുക.
പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഇട്ടിച്ച് കൊടുക്കുക. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ 2 തവി ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഊത്തപ്പാണെങ്കിൽ ഒരു കരണ്ടിയൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും വിതറി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ തക്കാളി ഒണിനെയൊക്കെ ചേർത്തിട്ട് നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാവിൽ അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങ് ചെതറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്കായിട്ട് ചെറുതായിട്ട് ഓയിൽ ഇട്ടിച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഏകദേശം 1 മിനിറ്റ് നമ്മളിങ്ങനെ വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തിരിച്ചിടരുത്. നമ്മൾ സമയമില്ല, കുറവുകൊണ്ട് നമ്മൾ തിരിച്ചിടരുത്. പക്ഷേ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ എല്ലാം കൂടി അങ്ങ് പൊട്ടിപ്പോകും, നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, മുകളിലുള്ള കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാകത്തിന് വരുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ വെള്ളമായിട്ട് തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിടുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കളറൊന്ന് ചേഞ്ച് ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന തക്കാളിയും സവോളയൊക്കെ ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ സൈഡും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഈ റവ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു തക്കാളിയും സവോളയൊക്കെ ഒന്ന് വേവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല. കാരണം ഉള്ളിൽ നമ്മൾ ക്യാരറ്റും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മിനിറ്റ് ഒരു സൈഡിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുക. തിരിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പം കൂടെ ചുട്ടെടുക്കാം. ഇതായിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, മുകളിലൊക്കെ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുക്കുക. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയുന്നത്. കാരണം ഇത് നമ്മൾ വേവാതെ നമ്മൾ തിരിച്ചിടുവാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് പൊട്ടിപ്പോകും, നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല അത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് റവ ഊത്തപ്പം. അപ്പോൾ റവ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ്. നിങ്ങൾക്ക് ഏത് ചട്നി വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് കഴിക്കാറ്. അപ്പോൾ അതായിരിക്കും എനിക്കതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ചട്നിയുടെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം, ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പച്ചക്കറികൾക്ക് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.